അല്ലാത്തവരോട് അവൻ പ്രാർത്ഥിച്ചാൽ അവൻ മുസ്ലിമല്ല. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ അതിന്റെ നടുക്ക് വെട്ടിയിരിക്കുന്നു. ആ കലിമത്തിന് അവൻ തകർത്ത് കളഞ്ഞിരിക്കുന്നു. എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? നീ അത് പറയേണ്ടതുണ്ടോ നമുക്ക്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ എന്നെ നീ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണമേ. പ്രാർത്ഥനയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നി മസ്സനിയദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ എനിക്കിതാ രോഗം ബാധിച്ചിരിക്കുന്നു, നീ ഏറ്റവും അധികം കരുണ ചൊരിയുന്നവനാണ്, എന്റെ രോഗം മാറ്റിത്തരണേ എന്നാണ് അതിന്റെ അർത്ഥം. അത് പ്രാർത്ഥനയാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് കുഞ്ഞുണ്ടായില്ല. അദ്ദേഹത്തിന് പ്രായം ഇതാ ധാരാളമായി അധികരിച്ചിരിക്കുന്നു, നര വന്നിരിക്കുന്നു, ശരീരം ദുർബലമാകാൻ തുടങ്ങിയിരിക്കുന്നു. സൂറത്തു മറിയമിൽ അല്ലാഹു പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാഫ് ഹാ യാ ഐൻ സാദ്, ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ, റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല الرأس شيبا ولم أكن بدعائك رب شقيا. പ്രാർത്ഥനയാണത്. സക്കരിയ നബി പറയുന്നു, റബ്ബേ എന്റെ മുടിയിത നരച്ചിരിക്കുന്നു, എന്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു, അല്ലാഹു എനിക്കൊരു കുഞ്ഞില്ല, ഒരു കുഞ്ഞിനെ തരണം. അത് പ്രാർത്ഥനയാണ്. ഈ പറഞ്ഞ പ്രാർത്ഥനകളിൽ ഏതെങ്കിലും ഒന്ന് ഒരാൾ അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ അതിനെ അവൻ തകർത്ത് കളഞ്ഞിരിക്കുന്നു. അവനെ എത്ര തവണ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ, ഒരാൾ പറയാൻ അല്ലാഹുവേ എനിക്ക് കുഞ്ഞിനെ തരണേ എന്ന് പറഞ്ഞാൽ, അല്ലാഹു എനിക്ക് കുഞ്ഞില്ല, അതുകൊണ്ട് റബ്ബേ എനിക്കൊരു കുട്ടിയെ തരണേ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ദുആആൻ, അത് പ്രാർത്ഥനയാണ്, പ്രാർത്ഥന ഇബാദത്താണ്. ഒരാൾ പറയുകയാണ്, മുഹയ്യിദ്ദീൻ ശൈഖേ എനിക്ക് കുഞ്ഞുണ്ടായിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്ന് പറഞ്ഞാൽ അത് മുഹയ്യിദ്ദീൻ ശൈഖിനുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നടത്തുന്നതോടുകൂടി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. പറയുന്നത് കേൾക്കുമ്പോൾ പ്രയാസം തോന്നും, പക്ഷെ അതാണ് യാഥാർത്ഥ്യം. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ദുഃഖമുണ്ടായാലും നിങ്ങൾക്ക് വേദനയുണ്ടായാലും അതാണ് യാഥാർത്ഥ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയവൻ അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് എന്താണ്? വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. ആരാണ് നിങ്ങളുടെ റബ്ബ്? മുഹയ്യിദ്ദീൻ ശൈഖാണോ? അല്ലാഹുവിന്റെ റസൂലാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം നബിമാരാണോ? ഔലിയാക്കന്മാരാണോ? അല്ല, ലോകങ്ങളെ പടച്ചവനായ അല്ലാഹുവാൻ. വഖാല റബ്ബുക്കും ഉദ്ഊനി, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി നിങ്ങൾ എന്നെ വിളിച്ചു ദുആ ചെയ്യണം, അസ്തജിബ് ലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അല്ലാഹുവിന്റെ കൽപ്പനയാണത്, അല്ലാഹുവിന്റെ കൽപ്പനയാണത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൽപ്പന നമ്മൾ പ്രാവർത്തികമാക്കണ്ടേ? എന്നാൽ ആളുകൾ ഇതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചിലർ ഉച്ചരിക്കുന്നു, പക്ഷെ അവനത് അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അതിനെ തകർക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത്തെ പാഠം, ഇസ്ലാമിലെ ഒന്നാമത്തെ കാര്യം തൗഹീദാണ്. അത് പ്രാവർത്തികമാക്കണോ? ഇബാദത്തുകൾ അല്ലാഹു അല്ലാത്തവർക്ക് നൽകാൻ പാടില്ല.